ബ്രൗണിയും ക്രീമിയും. എൻ്റെ അമ്മോ, ഞാൻ ഇങ്ങനത്തെ ഒരു ആർക്കിടെക്ചറൊക്കെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനുള്ള തിരക്കാണ് കഴിച്ചത്. ദി ഫേമസ് മൈസൂർ മാംഗോ ഗ്രേവി ഒഴിച്ചു കഴിച്ചു. ഗൈസ്, അടുത്തായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഹോട്ട് ചോക്ലേറ്റ് ആണ് ഗൈസ്. എന്നാലും കുറച്ച് കൂടുതലാണ് ഗൈസ്. മൈസൂർ എത്തിയേക്കാണ്. മൈസൂർ ഇന്നലെ നിന്ന സ്ഥലം ഇവിടെയാണ്. ഇത് ഏകദേശം സിറ്റിക്ക് അടുത്ത് തന്നെയാണ്. കുറച്ച് അപ്പുറത്തായിട്ടാണ് നമ്മുടെ മൈസൂർ പാലസ് ഒക്കെ വരുന്നത്. ഗൈസ്, നമ്മളങ്ങനെ മൈസൂർ വന്നിട്ട് ആദ്യം മൈലാരി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് ഇവിടുത്തെ. ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഒക്കെ കണ്ടതാണ്. അപ്പോൾ അവിടെ പോയി ദോശ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്താണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഗൈസ്, മൈലാരി ഹോട്ടൽ. പക്ഷേ ഭയങ്കര തിരക്കാണ് ഗൈസ്. ഓൾഡ് ഒറിജിനൽ വിനായക മൈലാരി. ഇവിടെ ക്യൂ നിന്ന് വേണം അകത്തോട്ട് കയറാൻ. ഭയങ്കര ഡിമാൻഡുള്ള ഹോട്ടലാണ്. നമ്മുടെ ദോശ ഹിസ്റ്ററി ഉള്ളൊരു ഹോട്ടലാണ് ഗൈസ്. അവിടെ നമ്മുടെ യാഷും ചിരഞ്ജീവി കാജലൊക്കെ വന്ന ഫോട്ടോ ഒക്കെ കണ്ടായിരുന്നു. അവിടെ ഒരു 10-15 മിനിറ്റ് ക്യൂ നിന്നിട്ടൊക്കെയാണ് കയറാൻ പറ്റിയത്. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ട്. പിന്നെ മെനു ഒന്നുമില്ല. വരുന്നവർക്ക് എല്ലാവർക്കും ഒരേ സാധനം, ഒരേ നമ്മൾ കാണിച്ച ആ ദോശ കൊടുക്കും. എൻ്റെ അമ്മോ, ഞാൻ ഇങ്ങനത്തെ ഒരു ആർക്കിടെക്ചറൊക്കെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഏയ്സ്, നമ്മളങ്ങനെ ഇവിടെ പാർക്കിങ്ങിൽ വന്നേക്കുവാണ്. നമ്മുടെ പാലസിൻ്റെ പാർക്കിംഗ് ആണ്. മൈസൂർ പാലസ്. മൈസൂർ പാലസിന് ആംബർ പാലസ് എന്നും പേരുണ്ട് ഗൈസ്. പുതിയ അറിവാണ് കിട്ടിയത്. 50 രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്ത് കാർ പാർക്ക് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മൾ മൈസൂർ പാലസിൻ്റെ അടുത്ത് എത്തിയേക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ആർക്കിടെക്ചറൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആർക്കിടെക്ചറൊക്കെ കാണുന്നത്. ഗൈസ്, പാലസിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ ദൂരത്തിലാണ് അവിടുത്തെ ഫ്രണ്ടിലത്തെ ഗോപുരം, ഗേറ്റ്. അവിടം വരെ ഇങ്ങനെ ഫുൾ ഗാർഡനൊക്കെ ആക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ആ പാലസിൽ നിന്ന് അവിടുന്ന് ഗേറ്റ് വരെ ഒരു 100-300 മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇന്ന് രാജാവൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വണ്ടി ഇങ്ങനെ കയറ്റി ഇവിടെ ഇങ്ങനെ ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യായിരുന്നു ഗൈസ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാലസ് ഇവിടെ ഇങ്ങനെ ഇത്രയും വലിയൊരു ബൗണ്ടറിയിൽ ഒതുങ്ങിയിരിക്കുകയാണെങ്കിലും ഇതിൻ്റെ ചുറ്റിനും ആണ് മൈസൂർ സിറ്റി. ഇവിടെ ഒത്ത നടുക്കാണ് ഈ പാലസ് ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ഈ പാലസ് ഇരിക്കുന്നതിൻ്റെ ചുറ്റിനും സിറ്റി ഡെവലപ്പായി വന്നതായിരിക്കാം. അങ്ങനെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ആയിരിക്കും. പാലസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഗൈസ് പാലസ്. എൻ്റെ അമ്മ, വണ്ടർ കിട്ടിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളിങ്ങനെ കണ്ടോണ്ട് നിൽക്കുമ്പോൾ നല്ല തണുപ്പും നല്ല കാറ്റും അടിക്കുന്നുണ്ട്. അത് എവിടെ നിന്നാന്ന് നോക്കിയിട്ടൊരു പിടുത്തം കിട്ടുന്നില്ല ഗൈസ്. ഇത് ഫുള്ള് അടഞ്ഞിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ എവിടെ നിന്നാന്നൊരു പിടുത്തം കിട്ടുന്നില്ല. നല്ല തണുത്ത കാറ്റ്. കൺസ്ട്രക്ഷൻ്റെ എന്തെങ്കിലും പരിപാടിയായിരിക്കും. ടിപ്പു സുൽത്താന് മുമ്പ് ഇവിടെ ഭരിച്ചിരുന്ന ചാമരാജ ഓദയാറാണ് ഗൈസ്. ഇത് ഇന്നത്തെ രാജാവ്. ഇതാണ് യഥാർത്ഥ സിംഹാസനം ഗൈസ്. പണ്ട് രാജാക്കന്മാരിരുന്ന ശരിക്കുള്ള സിംഹാസനമാണ് ഇരിക്കുന്നത്. മെയ്ഡ് ഓഫ് സിൽവർ. സെൻറ്റ് ഫിലോമിനാസ് ചർച്ച്. ഇവിടെ നമ്മൾ പോകുന്നുണ്ട്. ഇത് ഒരുപാട് പഴക്കമുള്ളൊരു പള്ളിയാണ്. പാലസിൻ്റെ ടോപ്പ് ഫ്ലോറിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെയും സീനാണ് ഗൈസ്. അതായത് പ്രൈവറ്റ് ദർബാർ ഹാൾ, അതായത് പാട്ടും കച്ചേരിയൊക്കെ നടക്കുന്ന സ്ഥലമായിരുന്നു ഗൈസ് ഇത്. ഗൈസ്, നമ്മളിങ്ങനെ പാലസൊക്കെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങി. ഇനി നേരെ പോകാൻ പോകുന്നത് സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിലേക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത്. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂടൊക്കെ ഉണ്ട്. പക്ഷെ അതിനകത്ത് നല്ല കൂൾ സീനായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു
ഗാർഡനൊക്കെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർബിളും അങ്ങനത്തെ കൺസ്ട്രക്ഷനൊക്കെ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഗൈസ്, ദി ഫേമസ് മൈസൂർ മാംഗോ ഗൈസ്. ഏതോ നമ്മൾ റീൽസിലൊക്കെ കാണത്തില്ലേ, എഡൻബർഗ് സ്കോട്ട്ലൻഡിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പള്ളി ഗൈസ്. നമുക്കകത്ത് പോയി നോക്കാം. സെൻറ്റ് ഫിലോമിനാസിൻ്റെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഡേ ആണെന്ന് തോന്നുന്നു. ട്രീയുടെ ഇലയും സംഭവങ്ങളൊക്കെ എടുത്ത് കളഞ്ഞതായിരിക്കും. ഇത്രയും വിശാലമായ ഒരു പുൽക്കൂട് ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത്. ഇത് 1:1 പുൽക്കൂടാണ് ഗൈസ്. എല്ലാവരും ഉണ്ട് ഗൈസ്. നമ്മൾ ഫിലോമിനയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഹോട്ടൽ RRR ബിരിയാണിയും ആന്ധ്ര മിൽസും കഴിക്കാൻ വന്നതാണ്. പക്ഷേ ഇവിടെ രാവിലത്തെക്കാട്ടിലും ക്യൂ ആണ് ഗൈസ്. ഭീകര ക്യൂ ആണ് ഇവിടെ. നമുക്കിവിടെ കയറി പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. നമ്മൾ ക്യൂ നിന്ന് അകത്ത് കയറാൻ തന്നെ. 1 മട്ടൻ ബിരിയാണി, നോൺ വെജ് മീൽസ് തരാം. ബിരിയാണി വന്നേക്കാണ്. മട്ടൻ ബിരിയാണിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത് വെജ് മീൽസാണ്, ആന്ധ്ര വെജ് മീൽസ്. ഇത് കുറേ എന്തൊക്കെയോ സാധനങ്ങളും പായസവും മോരും വലിയൊരു പപ്പടമൊക്കെ ഉണ്ട്. നമ്മുടെ ഐറ്റം മട്ടൻ ബിരിയാണി. നമുക്ക് എല്ലാം കൂടെ തട്ടി അടിക്കാം. മീൽസിൻ്റെ കൂടെ അത്ര കറിയല്ലാതെ ഇതും ഉണ്ടല്ലേ. നമുക്ക് ഗ്രേവി ഒഴിച്ചു കഴിച്ചോ. പപ്പടം കൂട്ടി അടിച്ചു നോക്കാം ഗൈസ്. ഗൈസ്, ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനുള്ള തിരക്കാണ് ഗൈസ്. പുറത്ത് ക്യൂ ആണ്. നമ്മളങ്ങനെ കഴിച്ചിട്ട് ഇറങ്ങി. അവിടുത്തെ തിരക്ക് കണ്ടില്ലേ. ഇത്രയും തിരക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് ഗൈസ്. അത്രയ്ക്ക് ഉള്ളൊരു സെറ്റപ്പ് എനിക്ക് തോന്നിയില്ല. ഓക്കെയാണ്, ഫുഡ് ഓക്കെ ആണെന്നേ ഉള്ളൂ. പാലസിലെ ലൈറ്റ് ഷോ കാണാൻ വന്നതാണ്. പക്ഷേ അപ്രതീക്ഷിതമായി മഴ പെയ്തത് കാരണം പാലസ് ക്ലോസ് ചെയ്തു ഗൈസ്. ഗൈസ്, നമുക്കങ്ങനെ മൈസൂർ പാലസ് ലൈറ്റിംഗ് കാണാൻ പറ്റിയിട്ടില്ല മഴ ആയതുകൊണ്ട്. നമ്മൾ നേരെ ഒരു കഫേ വന്നു. പഴയൊരു ഫോർട്ട് പോലെയൊക്കെ തോന്നും, ഒരു ചെറിയ പാലസ് പോലെയൊക്കെ ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു കഫേയാണ് ഗൈസ്. നല്ലൊരു വൈബുള്ളൊരു കഫേ. ഇത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ നിന്ന് കിട്ടിയ സാധനമാണ്. അപ്പോൾ നമുക്ക് അകത്ത് പോയി നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ക്യാപ്പുച്ചിനോയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ചുകൂടി ഇൻറ്റൻസ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. അത് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് 2 parts മിൽക്കും 1 part എക്സ്പ്രസ്സോ ആണ്. ഇതിൽ ഈക്വൽ പാർട്സ് ഓഫ് എക്സ്പ്രസ്സോ ആൻഡ് മിൽക്കാണ്. ഗൈസ്, നമ്മുടെ ക്യാപ്പുച്ചിനോ എത്തി. ഒരു ബ്രൗണിയും പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ബ്രൗണിയും ക്രീമും കൂടെയൊക്കെയാണ് ഗൈസ് തരുന്നത്. സെറ്റപ്പിലൊക്കെയാണ്. നമ്മളെ സാധാരണക്കാരെ വെച്ച് നോക്കുമ്പോൾ 300 രൂപയുടെ കാപ്പിയൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ ആണ്. പക്ഷേ ഈ ആംബിയൻസ് അതിന് വർത്താണ് ഗൈസ്. നല്ല നൈസ്, റിയലി നൈസ് ആംബിയൻസ് ആണ് അവിടെ. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല അല്ലേ. എന്നാലും കുറച്ച് കൂടുതലാണ് ഗൈസ്. ഗൈസ്, അടുത്തായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഹോട്ട് ചോക്ലേറ്റ് ആണ് ഗൈസ്. ഒരു നമ്മൾ ബൂസ്റ്റ് ചായ തിക്കായാലും എങ്ങനെ ഇരിക്കും, അങ്ങനെയുള്ളൊരു സാധനം. ഈ സമയം നമ്മൾ ഇറങ്ങിയേക്കുവാണ്. ഇവിടെ അത്യാവശ്യം നൈസ് ആംബിയൻസ് ആയിരുന്നു ഗൈസ്. കൊള്ളാം മൊത്തത്തിൽ. ഇത് മഴ ഉണ്ടായതുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാം, ചിൽ ചെയ്തിരിക്കാം.
നവീലൂണ. ഗൈസ് അങ്ങനെ നമ്മളെ പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. നമ്മൾ നാളെ ചാമുണ്ഡി ഹിൽസിൽ പോകാൻ പ്ലാനുണ്ട് ഗൈസ്. അത് കഴിഞ്ഞ് നാളെ നേരെ തിരിച്ച് നാട്ടിലേക്ക് വീണ്ടും വർക്ക് ലൈഫ്. ഓക്കെ, അപ്പോൾ നാളെ കാണാം ഗൈസ്. ബൈ.